ത്രസിപ്പിക്കുന്ന ഒട്ടേറെ പോരാട്ടങ്ങളും വമ്പൻ ടിസ്റ്റുകളും കണ്ട ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനത്തോടടുക്കുന്നു. 2020 ക്രിക്കറ്റിൽ വലിയവരും ചെറിയവരുമില്ലെന്നും മൈതാനത്തെ പെർഫോമൻസ് മാത്രമാണ് കളിയെ നിർണ്ണയിക്കുന്നതെന്നുമാണ് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ നമ്മോട് പറയുന്നത്. ഇനി മത്സരങ്ങൾ നിർണായകമായ സൂപ്പർ 8ലേക്കാണ്. ഗ്രൂപ്പ് ഘട്ടം കടന്നു വന്ന ശക്തരായ 4 ടീമുകൾ 2 ഗ്രൂപ്പുകളായി ഇടം പിടിക്കും. ഓരോ ഗ്രൂപ്പിൽ നിന്നും 1-2 സ്ഥാനത്തെത്തുന്നവർ സെമി ഫൈനലിലേക്ക്. ഇന്ത്യക്ക് സൂപ്പർ 8ൽ ആരൊക്കെയാകും എതിരാളി? ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമോ? നോക്കാം. സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ്. സൂപ്പർ 8ൽ ഇന്ത്യക്ക് കുറയ്ക്കേണ്ടത് ഇവരോടാണ്. ഒരു ഗ്രൂപ്പിൽ ഏറ്റുമുട്ടിയവർ സൂപ്പർ 8ൽ ഒരേ ഗ്രൂപ്പിൽ വരാത്ത വിധമാണ് ഗ്രൂപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് ബിയിൽ നിന്നും രണ്ടാമന്മാരായ സിംബാബ്വെ, ഗ്രൂപ്പ് സിയിൽ നിന്നും ഒന്നാമന്മാരായ വിൻഡീസ്, ഗ്രൂപ്പ് ഡിയിൽ നിന്നും ഒന്നാമന്മാരായ ദക്ഷിണാഫ്രിക്ക എന്നിവരോടാണ് ഇന്ത്യയുടെ പോരാട്ടങ്ങൾ. ഒരുപക്ഷേ ഓസ്ട്രേലിയയോ ലങ്കയോ വരേണ്ടതിന് പകരം സിംബാബ്വെ വന്നത് വേണമെങ്കിൽ ആശ്വാസമായി കരുതാം. പക്ഷേ ഓസീസിനെ സമഗ്രാധിപത്യത്തോടെ തോൽപ്പിച്ച സിംബാബ്വെ തങ്ങൾ എന്തിനും പോന്നവരാണെന്ന് ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട്. സൂപ്പർ 8ൽ ഇന്ത്യ ആദ്യം കൊമ്പുകോർക്കുക ദക്ഷിണാഫ്രിക്കയോടാണ്. തീയതി ഫെബ്രുവരി 22, സ്റ്റേഡിയം അഹമ്മദാബാദ്. ടീം ലൈനപ്പും നിലവിലെ ഫോമും നോക്കുമ്പോൾ ഇന്ത്യക്ക് ഏറ്റവും കടുപ്പമേറിയ മത്സരം ഇതുതന്നെയാകും. ദക്ഷിണാഫ്രിക്കയെ നാട്ടിൽ വെച്ച് 2020 പരമ്പരയിൽ ഇന്ത്യ തകർത്തിയിട്ട് അധികം കാലമായിട്ടില്ല. പക്ഷേ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ കരുതിയേ പറ്റൂ. കാരണം സ്ക്വാഡ് സ്ട്രെങ്ത്തിൽ ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും കരുത്തുറ്റ നിരകളിലൊന്ന് അവരാണ്. ബാറ്റിങ്ങും ബോളിങ്ങും ഓൾറൗണ്ടർമാരുമെല്ലാം ചേർന്ന ഒരു കംപ്ലീറ്റ് സംഘം. പ്രത്യേകിച്ചും അവരുടെ ബാറ്റിംഗ് അതിശക്തമാണ്. സന്നാഹ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ പരാജയപ്പെട്ടെങ്കിലും 200-ലേറെ സ്കോർ ചെയ്തിരുന്നു. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ കാനഡയ്ക്കെതിരെയും 213 റൺസ് ഉയർത്തി. രണ്ടാം മത്സരത്തിൽ അഫ്ഗാനെതിരെ നടന്ന ഡബിൾ സൂപ്പർ ഓവർ മത്സരത്തിൽ 187 അടിച്ചത്. പിന്നീടുള്ള മത്സരത്തിൽ ന്യൂസിലാൻഡ് ഉയർത്തിയ 175 റൺസിന്റെ വിജയലക്ഷ്യം 17.1 ഓവറിൽ മറികടക്കുകയും ചെയ്തു. ഏഡൻ മാക്രം, കിൻഡൻ ഡേക്കോങ്, റയാൻ റിക്കൽട്ടൺ, ഡെവാൾഡ് ബ്രേവിസ്, ട്രിസ്റ്റൻ സെപ്പ് എന്നിങ്ങനെ നീളുന്ന ബാറ്റിംഗ് നിര എന്തിനും പോന്നവരാണ്. ഇതിൻ്റെ കൂടെ മാർക്കോ യാൻസൺ, കോർബിൻ ബോഷ് എന്നീ ഓൾറൗണ്ടർമാരും ചേരും. റബാഡ, മഹാരാജ്, എങ്കിഡി ബൗളിംഗ് സഖ്യവും മിടുക്കർ തന്നെ. കൂടെ യാൻസനും ബോഷും ബൗളിങ്ങിലും ചേരും. സൂപ്പർ 8ലെ ആദ്യ മത്സരം വിജയിച്ചു തുടങ്ങാനാണ് ഇരു ടീമുകളും ശ്രമിക്കുക. കാരണം ആദ്യത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ പിന്നീട് ഒരു പക്ഷേ 2 മത്സരങ്ങളും വിജയിക്കേണ്ടി വരും. കൂടാതെ സമ്മർദ്ദം വേറെയും. 2020 ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ റിയൽ ബാറ്റിൽ ഇവിടെ തുടങ്ങുമെന്ന് പറയാം. ഫെബ്രുവരി 26 ഇന്ത്യയുടെ അടുത്ത മത്സരം. എതിരാളികൾ സിംബാബ്വെ. സൂപ്പർ 8ലെ സർപ്രൈസ് സാന്നിധ്യമായാണ് സിംബാബ്വെ എണ്ണുന്നത്. കടലാസിൽ എളുപ്പമുള്ള മത്സരം കളിക്കളത്തിൽ എങ്ങനെയാകുമെന്ന് കണ്ടറിയണം. എങ്കിലും ഇന്ത്യക്ക് ആശ്വാസം തന്നെയാണ്. ലങ്കയിൽ പോയി ലങ്കയോട് കളിക്കുന്നതിലും ICC ടൂർണമെൻറ്റിൽ ഓസീസിനോട് കോർക്കുന്നതിനും എളുപ്പം സിംബാബ്വെ തന്നെ. മാർച്ച് 1 വിൻഡീസുമായാണ് സൂപ്പർ 8ലെ അവസാന മത്സരം. വേദിയാകുക കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ്. ഈ മത്സരത്തിൻ്റെ പ്രാധാന്യം മറ്റു മത്സരങ്ങളാകും നിർണ്ണയിക്കുക. അതായത് ആദ്യ 2 മത്സരങ്ങളും വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്കത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാനുള്ള മത്സരം മാത്രമാകും. എന്നാൽ ആദ്യ 2 മത്സരങ്ങളിലൊന്ന് തോൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ മത്സരം അതിനിർണായകവുമാകും. 2020 ലോകകപ്പ് തുടങ്ങും വരെ തങ്ങളുടെ ഏറ്റവും മോശം കരിയറിലൂടെ പോയിരുന്ന വിൻഡീസ് ടൂർണമെൻറ്റോടെ പുതിയൊരു വീര്യമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ലോകകപ്പിൽ ഇതുവരെയുള്ള അവരുടെ പെർഫോമൻസ് എല്ലാം ആധികാരികമായിരുന്നു. ആദ്യ മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ 35 റൺസിന് തോൽപ്പിച്ച അവർ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 30 റൺസിനും തോൽപ്പിച്ചു. മൂന്നാം മത്സരത്തിൽ നേപ്പാൾ അവർക്ക് എതിരാളിയേ ആയില്ല. ഷായ് ഹോപ്പ്, ഷിംറോൺ ഹെറ്റ്മയർ, ഷെർഫൻ റദർഫോർഡ്, റോമാൻ പവൽ, ജേസൺ ഹോൾഡർ എന്നിങ്ങനെ നീളുന്ന ബാറ്റിലിന് അവർക്കുണ്ട്. കൂടെ ഷമാർ ജോസഫ് എന്ന പേസ് ബോളറും അഖേൽ ഹുസൈൻ, ഗുദകേഷ് മോത്തി എന്നീ സ്പിന്നർമാരും ചേരുന്നു. തങ്ങളുടേതായ ദിവസത്തിൽ ആരെയും തോൽപ്പിക്കാനുള്ള കരുത്ത് ഇന്നും വിൻഡീസിനുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ സെമി കാണാതിരിക്കുമെന്ന് കരുതാൻ വയ്യ. സെമിയിൽ ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, ലങ്ക അല്ലെങ്കിൽ പാകിസ്ഥാനാകും എതിരാളിയായി വരിക. പൊതുവെ ഈ 2020 ലോകകപ്പ് ആർക്കും ഒന്നും എളുപ്പമല്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. ഓസീസും അഫ്ഗാനിസ്ഥാനും വിചാരിച്ചതിലും താഴെയുള്ള പെർഫോമൻസാണ് നടത്തിയത്. ഇംഗ്ലണ്ടിനും ദക്ഷിണാഫ്രിക്കയ്ക്കും ന്യൂസിലാൻഡിനും കാര്യമായ പരിക്കില്ല. പാകിസ്ഥാൻ പതിവ് രീതിയിൽ പ്രവചനാതീത പെർഫോമൻസ് നടത്തുന്നു. ലങ്കയും സിംബാബ്വെയും കൂടുതൽ കരുത്തുള്ള പെർഫോമൻസുകൾ പുറത്തെടുക്കുകയും ചെയ്തു. കുഞ്ഞൻ ടീമുകളാണെങ്കിൽ അവസരവും വേദികളും തന്നാൽ തങ്ങളുടെ ഗ്രാഫ് പടിപടിയായി ഉയർത്താമെന്ന സന്ദേശമാണ് നൽകുന്നത്. വലിയ വേദികളിലെ അനുഭവവും ICC വരുമാനവും അവരെ കൂടുതൽ കരുത്തരാക്കി മാറ്റാനാണ് സാധ്യത. ഇനി ഇന്ത്യൻ ടീമിനെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യ 2020 ക്രിക്കറ്റിനെ സമ്പൂർണ്ണമായും ഡോമിനേറ്റ് ചെയ്ത ഒരു കാലമാണ് കടന്നു പോകുന്നത്. ഹോം എവേ വ്യത്യാസമില്ലാതെയും പുതിയ ബെഞ്ച് മാർക്കുകൾ സെറ്റ് ചെയ്തും കുതിച്ചു പാഞ്ഞ ഇന്ത്യൻ സംഘം തുടർച്ചയായ രണ്ടാമതൊരു ലോകകപ്പ് എന്ന സ്വപ്നത്തിലേക്കുള്ള പ്രയാണത്തിലാണ്. ഒരു മോശം ദിവസമുണ്ടായില്ലെങ്കിൽ ഈ ലോകകപ്പ് ഇന്ത്യക്ക് തന്നെയായിരിക്കും.